ശ്രീ വി കെ പ്രശാന്ത്. മുന്നോട്ട് സ്പീക്കർ. സർ, ഈ വ്യവസായവും സംരംഭവും വാഴില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ് ഇപ്പോൾ 3,53,000-ൽ പരം തൊഴിലവസരങ്ങൾ സംരംഭങ്ങൾ വരികയും 7 ലക്ഷം തൊഴിലവസരങ്ങൾ വരികയും ചെയ്തു. സാർ, ഇങ്ങനെ ആരംഭിച്ച സംരംഭങ്ങളിൽ ചിലത് നഷ്ടത്തിലാവുകയോ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇവയെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അങ്ങനെ എത്രത്തോളം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്? സാർ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അടുത്ത മിനിസ്റ്റർ ഉണ്ട്. സാർ, ഈ ഏത് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു 90% ആദ്യത്തെ വർഷം തന്നെ മരിച്ചു പോകും ലോകത്ത് തന്നെ. അതിൻ്റെ പുതിയ ആശയങ്ങളാണല്ലോ. MSMEകളാകുമ്പോൾ ഒരു 30% ഇന്ത്യയിൽ ആദ്യത്തെ വർഷം തന്നെ അത് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് പൊതുവായുള്ള കണക്ക്. നമ്മളതൊരു 15% എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ബഹുമാന പൊതുവിതരണ വകുപ്പുമായി നമ്മൾ ഒപ്പുവെച്ച കരാറ് പ്രകാരം ഏകദേശം 30 കോടിയുടെ ഉൽപ്പന്നങ്ങൾ സ്റ്റോർ വഴി പ്രാദേശികമായിട്ടുള്ള ചെറിയ സംരംഭങ്ങൾക്ക് വിൽക്കാനായിട്ട് കഴിഞ്ഞു. ഷോപ്പിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് പിന്തുണകളെല്ലാം നൽകുന്ന സംവിധാനം നടപ്പിലാക്കി. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളെ ഇപ്പോൾ നമ്മൾ സിക്ക് യൂണിറ്റ് അതിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ പദ്ധതി KSIDC വഴി നടപ്പിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ സംരംഭങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംരംഭങ്ങൾ അവയെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തി കഴിയുമോ എങ്കിൽ കുറേ കൂടി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനും മറ്റ് മേഖലയിൽ ചെയ്യുന്ന അത്ര സമയം ചെലവഴിക്കേണ്ടി വരില്ല. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു റീസ്ട്രക്ചറിങ് പ്ലാൻ ആവശ്യമാണ്. ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വിഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ, ഭാവി പദ്ധതി.